എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാഫിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ട്രാഫിക് എഞ്ചിനീയറിങ്, ഡിഫറെൻറ്റ് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ട്രാഫിക് സ്റ്റഡീസ് എന്തൊക്കെയാണ്, ട്രാഫിക് പ്ലാനിങ് ആൻഡ് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ട്രാഫിക് എഞ്ചിനീയറിങ്? ട്രാഫിക് എഞ്ചിനീയറിങ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിങ് which deals with the application of scientific principles, tools, techniques and finding for safe, rapid, convenient, economic movement of peoples and goods. അതായത് ആളുകളുടെ സേഫ് അല്ലെങ്കിൽ കൺവീനിയൻ്റ് അല്ലെങ്കിൽ എക്കണോമിക് വേ ഓഫ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്, ടൂൾസ്, ടെക്നിക്സ് എന്നീ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത്രയും കംഫർട്ടായിട്ട് അവർക്ക് ട്രാവലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൂൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റഡീസൊക്കെ ചെയ്യും, ഡിഫറെൻറ്റ് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ട് പുതിയ റോഡുകൾ പണിയും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ള ഒരു ഓവറോൾ സ്റ്റഡീനെയാണ് നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പാർക്കിംഗ് സ്റ്റഡീസ് ഉണ്ടാവും, അപ്പോൾ പാർക്കിംഗ് ഏരിയ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിഫറെൻറ്റ് റോഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ടാവും. ആ റോഡിൽ എത്ര ട്രാഫിക് ഉണ്ട്, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണോ, അവിടെ ഇനി വൈഡനിങ് വേണോ, അപ്പോൾ ഇതിനൊക്കെ കുറിച്ചുള്ള ഒരു ഓവറോൾ സ്റ്റഡിയാണ് ഈ ട്രാഫിക് എഞ്ചിനീയറിങ്ങിൽ വരുന്നത്. The basic object of traffic engineering is to achieve efficient, free and rapid flow of traffic with the least number of accidents. ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീസ്റ്റ് നമ്പർ ഓഫ് ആക്സിഡൻസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറവ് രീതിയിൽ അത്ര കുറവാക്കിയിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഈസി അല്ലെങ്കിൽ കംഫർട്ട് മൂവ്മെൻറ്റ് ഓഫ് ആൾക്കാരുടെ ഈസി അല്ലെങ്കിൽ കംഫർട്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ആക്സിഡൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി study of traffic engineering. Factual studies of traffic operations will provide the foundation for developing methods for solving the specific problems. The study of traffic engineering may be divided into the following sections. ട്രാഫിക് എഞ്ചിനീയറിംഗിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് താഴെ പറഞ്ഞിരിക്കുന്ന കുറേ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആദ്യം നമ്മൾ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു റോഡ് ആണെങ്കിൽ റോഡിൻ്റെ അനാലിസിസ്, അവിടെയുള്ള വാഹനങ്ങളുടെ നമ്പർ, കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ പഠിക്കണം. രണ്ടാമത്തേത് ട്രാഫിക് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ്, ഡിഫറെൻറ്റ് ട്രാഫിക് സ്റ്റഡീസ് നടത്തി അതിനെ അനലൈസ് ചെയ്യുക. പിന്നെ ട്രാഫിക് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ട്രാഫിക് ഓപ്പറേഷൻസ്, അവിടെ റെഗുലേറ്റ് ചെയ്യുക, സിഗ്നൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടുത്തെ ട്രാഫിക് റെഗുലേറ്റ് ചെയ്യുക. ദെൻ പ്ലാനിങ് ആൻഡ് അനാലിസിസ്, ഏത് ടൈപ്പ് റോഡാണ് വേണ്ടത്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, ആ പ്ലാനിങ് അതിൻ്റെ അനാലിസിസ് ചെയ്യുക. ജോമെട്രി ഡിസൈൻ, എന്തെങ്കിലും വൈഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പുതിയ റോഡ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിസൈൻ. ദെൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, മൊത്തത്തിലുള്ള ഓവറോൾ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സും വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സും. ഈ റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നമ്മൾ 4 ഹെഡിങ്ങിൻ്റെ അതിൻ്റെ താഴെ 4 ഹെഡിങ്ങാണ് വരുന്നത്. റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് ഡിവൈഡഡ് ഇൻറ്റു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അങ്ങനെ 4 കാര്യങ്ങളാണ് ഈ റോഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ താഴെ വരുന്നത്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്? വിഷൻ, ഹിയറിങ്, സ്ട്രെങ്ത് ആൻഡ് റിയാക്ഷൻ ടു ട്രാഫിക് സിറ്റുവേഷൻ. ഒരു ട്രാഫിക് സിറ്റുവേഷനിലുള്ള വിഷന്, അതുപോലെ അതിൻ്റെ ഹിയറിങ്, സ്ട്രെങ്ത്, അതിലേക്കുള്ള റിയാക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു മനുഷ്യൻ്റെ ബോഡിയിലുണ്ടാകുന്ന കാര്യം, നമ്മൾ കാണുന്ന രീതി, അതുപോലെ കേൾക്കുന്ന രീതി, ഇതൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, നോളജ്, സ്കില്ല്, ഇൻ്റലിജൻസ്, എക്സ്പീരിയൻസ്, ലിറ്ററസി. മെൻ്റലി ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ആക്സിഡൻറ്റ് കണ്ടുവന്നാൽ നമുക്ക് എന്താണ് മെൻ്റലി ഉണ്ടാവുന്നത്, നമുക്കത് അതിൽ ബ്രേക്ക്, ഒരാൾ മുമ്പിൽ ചാടി കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, ചിലർ പേടിച്ച് നിൽക്കും, ചിലർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യും ബ്രേക്ക്. അപ്പോൾ അതിൻ്റെ സ്കില്ല്, അയാളുടെ ഇൻ്റലിജൻസ്, എക്സ്പീരിയൻസ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഒരാൾ ഫ്രണ്ടിൽ ചാടി, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടാൻ പറ്റും അല്ലേ. അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല, വണ്ടിയൊക്കെ എടുത്തിട്ട് കുറച്ച് കാലമൊക്കെ ആയിട്ടില്ലെങ്കിൽ അയാളൊന്ന് പേടിക്കും ബ്രേക്ക് ചവിട്ടാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സിലാണ് വരുന്നത്. ഇനി അടുത്തൊരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫിയർ, ആങ്കർ, ആങ്സൈറ്റി. ഫിയർ, ആങ്കർ, ആങ്സൈറ്റി, പേടി, ഉത്കണ്ഠ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പേടി, ഉത്കണ്ഠയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിലാണ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്.
Okay. In environmental factors, traffic stream conditions, atmospheric conditions, facilities to traffic locality. ഇപ്പോൾ environmental factors എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും? മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാഫിക്, മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, വിസിബിലിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുത്തെ ലൊക്കാലിറ്റി, അവിടുത്തെ ട്രാഫിക് കണ്ടീഷൻ, ഇതൊക്കെ അതിലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലാണ് വരുന്നത്. അപ്പോൾ റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അടുത്ത സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താ? വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ തന്നെ 3 വരുന്നുണ്ട്: സ്റ്റാറ്റിക്, ഡൈനാമിക്, ബ്രേക്കിംഗ്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, ബ്രേക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. It is quite important to study the important vehicular characteristics which affect the design and traffic performance. അപ്പോൾ അതെന്തിനൊക്കെ ഈ വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് അഫക്റ്റ് ചെയ്യുന്നത്? ട്രാഫിക് ഡിസൈനും അതിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്കണോമിക് ഫീസിബിലിറ്റി ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് വെഹിക്കിൾ ഷുഡ് ബി കെപ്റ്റ് യൂണിഫോം. എക്കണോമിക് ഫീസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വെഹിക്കിൾസിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡ് യൂണിഫോം ആയിട്ടാണ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഡയമെൻഷൻസ് ഓഫ് വെഹിക്കിൾ. ഒരു വെഹിക്കിളിൻ്റെ ഡയമെൻഷൻസ് ആണ് ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഏതൊക്കെയാണ് ഈ ഡയമെൻഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വീൽ ബേസ്, ഡിപ്പാർച്ചർ ആൻഡ് റാമ്പ് ആംഗിൾസ്, ദ ഫ്രണ്ട്, റിയർ ആൻഡ് സെൻറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം അതിൻ്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് തുടങ്ങിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അതേപോലെ അതിൻ്റെ വെയിറ്റ്, ടേണിങ് ആംഗിൾ, ഈ വലിയ വെഹിക്കിളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വേണം അല്ലേ റോഡ് വരാനായിട്ട്. ഇപ്പോൾ NH, SH അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ വലിയ വെഹിക്കിൾസ് പോകും. എന്നാൽ ചെറിയ സബ്വേ ഉള്ള സ്ഥലത്ത് കൂടെ ഒന്നും വലിയ വെഹിക്കിൾസ്, ഹൈറ്റ് കൂടിയ വെഹിക്കിൾസ് ഒന്നും പോകാൻ പറ്റില്ല ചില സ്ഥലത്തൊന്നും. LUS എന്നൊക്കെ പറയും, ലിമിറ്റഡ് യൂസ് സബ്വേ. അതിൽ കൂടെയൊക്കെ ലിമിറ്റഡ് യൂസ് സബ്വേ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വെഹിക്കിൾസേ പോകാൻ പറ്റുള്ളൂ. ഹൈറ്റ് കൂടിയ ലോറി പോലത്തെ വെഹിക്കിൾസ് ഒന്നും അതിൽ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് അങ്ങനെയുള്ള സ്റ്റാറ്റിക് ഡയമെൻഷൻസ് ആണ് വരുന്നത്. ഡൈനാമിക്സിലാണെങ്കിൽ എന്ത് വരും? സ്പീഡ്, ആക്സിലറേഷൻ, പവർ മുതലായവ. ഡൈനാമിക്സിൽ വരുന്നത് ഏതൊക്കെയാണ്? സ്പീഡ്, ആക്സിലറേഷൻ, പവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡൈനാമിക് ആയിട്ടുള്ള കാര്യത്തിൽ വരുന്നത്. സ്പീഡ്, ആക്സിലറേഷൻ, അതുപോലെ പവർ. ഓക്കെ. ഇനി അപ്പോൾ 2 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിവൈഡഡ് ഇൻ ടു റോഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സും വെഹിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ട്രാഫിക് സ്റ്റഡീസ് ആണ്. ട്രാഫിക് സ്റ്റഡീസിന് നമ്മൾ ട്രാഫിക് സെൻസേഴ്സ് എന്നോ ട്രാഫിക് സർവേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാഫിക് സ്റ്റഡീസ് ഉണ്ട്. It involves the traffic characteristics for road designs, safe and efficient movement of traffic and traffic control. അപ്പോൾ efficient movement of trafficന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റഡീസ് ആണ് ട്രാഫിക് സ്റ്റഡീസ്. അപ്പോൾ അതിൽ വരുന്നത് ട്രാഫിക് വോളിയം സ്റ്റഡി, സ്പീഡ് സ്റ്റഡീസ്, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി, പാർക്കിംഗ് സ്റ്റഡി, ആക്സിഡൻറ്റ് സ്റ്റഡീസ്. ഇത്രയും 7 സ്റ്റഡീസാണ് ട്രാഫിക് സ്റ്റഡീസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. ട്രാഫിക് വോളിയം സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? ട്രാഫിക് വോളിയം ഇസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ക്രോസിംഗ് എ സെക്ഷൻ ഓഫ് റോഡ് പെർ യൂണിറ്റ് ടൈം അറ്റ് എനി സെലക്റ്റഡ് പീരീഡ്. അതായത് ഏതെങ്കിലും സെലക്റ്റഡ് പീരീഡിൽ പെർ യൂണിറ്റ് ടൈമിൽ ഒരു സെക്ഷനിൽ ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനെയാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് എ സെക്ഷൻ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു സെക്ഷനിൽ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനെയാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. The unit for traffic count is generally taken as vehicles per day or vehicles per hour. നമ്മൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ ഡേ ആണോ അല്ലെങ്കിൽ വെഹിക്കിൾസ് പെർ ഡേ വെഹിക്കിൾസ് പെർ അവർ ആയിട്ടാണ് യൂണിറ്റ് പറയാറ്. ഓക്കെ. Traffic volume study are used for various purposes. They are used for roads improvement and expansion, traffic control and operation, structural design of pavement, in geometry design, planning and designing of new facilities. അപ്പോൾ ട്രാഫിക് വോളിയം സ്റ്റഡി ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് അവിടുത്തെ വെഹിക്കിൾസിൻ്റെ ഒക്കെ നമ്പർ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ റോഡ് വൈഡൻ ചെയ്യേണ്ടിയൊക്കെ വരും. അതുപോലെ തന്നെ ട്രാഫിക് കുറവാണെങ്കിൽ അതിനനുസരിച്ച് വേറെ ഏതെങ്കിലും റോഡിലെ ട്രാഫിക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, അതോ കൂടുതൽ ട്രാഫിക് വരുമ്പോൾ നമ്മൾ ഫ്ലൈ ഓവർ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് വോളിയം സ്റ്റഡി ചെയ്യുന്നത്. കൗണ്ടിങ് ഓഫ് ട്രാഫിക് വോളിയം ക്യാൻ ബി ഡൺ ഇൻ 2 ways. 2 തരത്തിൽ നമുക്ക് ട്രാഫിക് വോളിയം കൗണ്ട് ചെയ്യാം. ഒന്ന് മാനുവൽ കൗണ്ടിങ്ങും മറ്റുള്ളത് മെക്കാനിക്കൽ കൗണ്ടിങ്ങും. അപ്പോൾ മാനുവലിയും ചെയ്യാം, മെക്കാനിക്കലിയും ചെയ്യാം. ഓക്കെ. ഹൗ ട്രാഫിക് വോളിയം ഡാറ്റ ഈസ് പ്രസൻറ്റഡ്. എങ്ങനെയാണ് ഈ ട്രാഫിക് വോളിയം ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ എനി ഓഫ് ദി ഫോംസ്. താഴെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോമിലാണ് നമ്മൾ ട്രാഫിക് വോളിയം ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്. ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക്, AADT, ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക്. ഈ ഓരോ ടേമുകൾ ഓർത്ത് വയ്ക്കാം.
In order to convert the different vehicles classes to one class such as passenger cars, conversion factors are known as passenger car units. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് വെഹിക്കിൾസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാസഞ്ചർ കാറിൻ്റെ യൂണിറ്റിലാണ് നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ അതിനെ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ വെഹിക്കിൾസിനും ഓരോ ക്ലാസ് ഓഫ് വെഹിക്കിൾസിനെ നമ്മൾ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക് എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് എടുക്കുക. ഡെയിലി ട്രാഫിക്കിൻ്റെ ആനുവൽ ആവറേജ് എടുക്കുന്നതിനാണ് ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ക്ലാസ്സസിനെ എല്ലാം കൂടി ഒറ്റ യൂണിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാസഞ്ചർ കാർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ട്രെൻഡ് ചാർട്ട്. ട്രെൻഡ് ചാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ പ്ലാനിങ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഡിസൈൻ ആൻഡ് റെഗുലേഷൻ. ഫ്യൂച്ചർ എക്സ്പാൻഷനോ ഡിസൈനോ റെഗുലേഷനോ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രെൻഡ് ചാർട്ട്. ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യണോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രെൻഡ് ചാർട്ട് ഉപയോഗിക്കുന്നത്. Then variation charts. These helps in deciding the facilities and regulations needed during the peak traffic regulation. Peak traffic regulations-ൽ വേണ്ട ഫെസിലിറ്റീസും റെഗുലേഷൻസും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വാരിയേഷൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. അതായത് പീക്ക് ടൈം, ഇപ്പോൾ ഓഫീസ് ടൈം ഒക്കെ രാവിലെ 9 മണി 10 മണി സമയമാണ്. ആ സമയത്തൊക്കെ ട്രാഫിക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് അവിടെ വരുത്താൻ പറ്റുമോ, അപ്പോൾ എന്തെങ്കിലും ചെയ്യണോ, ട്രാഫിക് കൺജഷൻ എങ്ങനെയാണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വാരിയേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാഫിക് ഫ്ലോ മാപ്സ്. ദീസ് ഹെൽപ്പ് ടു ഫൈൻഡ് ദ ട്രാഫിക് വോളിയം ഡിസ്ട്രിബ്യൂഷൻ അറ്റ് എ ഗ്ലാൻസ്. അതായത് ട്രാഫിക് വോളിയം ഫ്ലോ മാപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ട്രാഫിക് ഫ്ലോ വരുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 2-3 റൂട്ട് ഉണ്ട്. ഏത് റൂട്ടിലാണ് കൂടുതൽ ട്രാഫിക് വരുന്നത്, അത് ഏത് സമയത്താണ് വരുന്നത്. ഇപ്പോൾ രാവിലെ 9 മണിയൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടൗണിലേക്കായിരിക്കും മേജറായിട്ട്, ഒരു ഗ്രാമങ്ങളിൽ നിന്ന് ടൗണിലേക്കായിരിക്കും അല്ലേ പൊതുവേ ട്രാഫിക് കൂടുതൽ. ഓഫീസ് എവിടെയാണുള്ളത് അങ്ങോട്ടേക്കായിരിക്കും ട്രാഫിക് കൂടുതലുള്ളത്. അതുപോലെ തിരിച്ച് ടൗണിൽ നിന്ന് ഓരോ ഗ്രാമങ്ങളിലേക്കായിരിക്കും, ഓഫീസിൽ നിന്ന് ഓരോ ഗ്രാമങ്ങളിലേക്ക് പോകും. അപ്പോൾ ഓരോ സമയത്തും ഓരോ സ്ഥലത്തുള്ള റൂട്ട് എങ്ങനെയാണ് വരുന്നത് അതൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ ട്രാഫിക് ഫ്ലോ മാപ്പ്. ട്രാഫിക് ഫ്ലോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനിയുള്ളത് വോളിയം ഫ്ലോ ഡയഗ്രാം. ദീസ് ഡാറ്റ ആർ നീഡഡ് ഫോർ ഇൻ്റർസെക്ഷൻ ഡിസൈൻ. ഇൻ്റർസെക്ഷൻ ഡിസൈനിന് വേണ്ടിയിട്ടാണ് വോളിയം ഫ്ലോ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഇൻ്റർസെക്ഷൻ ഡിസൈനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വോളിയം ഫ്ലോ ഡയഗ്രാം. ഇനിയുള്ളത് എന്താ, 30th ഹയസ്റ്റ് അവർലി വോളിയം. അപ്പോൾ ഈ 30th ഹയസ്റ്റ് അവർലി വോളിയത്തിലാണ് നമ്മൾ ട്രാഫിക് വോളിയം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഫ്രം ദ ഫ്ലോട്ട് ബിറ്റ്വീൻ അവർലി വോളിയം ആൻഡ് ദ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ ആൻ ഇയർ ദാറ്റ് ദ ട്രാഫിക് വോളിയം ഇസ് എക്സീഡഡ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു അവർലി വോളിയത്തിൻ്റെ നമ്പർ ഓഫ് അവേഴ്സിൻ്റെ ഒരു പ്ലോട്ടാണ്. അതിൽ 30th അവർലി വോളിയം എന്ന് പറയുന്നത് ആ ട്രാഫിക് വോളിയം എക്സീഡ് ചെയ്യണ പോയിന്റ് ഏതാണോ അതാണ് 30th അവർലി വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാഫിക് വോളിയം ഡാറ്റ ഇത്രയും ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് ADT, ആനുവൽ ആവറേജ് ഡെയിലി ട്രാഫിക്, അല്ലെങ്കിൽ ADT, പിന്നെ ട്രെൻഡ് ചാർട്ടായിട്ട്, വാരിയേഷൻ ചാർട്ടായിട്ട്, ട്രാഫിക് ഫ്ലോ മാപ്പായിട്ട്, വോളിയം ഫ്ലോ ഡയഗ്രാം, 30th ഹയസ്റ്റ് അവർലി വോളിയം. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ട്രാഫിക് വോളിയം ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് സ്പീഡ് സ്റ്റഡിയാണ്. എന്താണ് സ്പീഡ് സ്റ്റഡീസ്? സ്പീഡ് സ്റ്റഡീസ് ആർ നെസസറി ബിക്കോസ് ദ ആക്ച്വൽ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾസ് over a particular may vary depending on various factors such as geometric features, traffic conditions, time, place, environment and driver. അതായത് സ്പീഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അതായത് ഒരു വെഹിക്കിളിൻ്റെ ആക്ച്വൽ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് അതെന്ന് പറയുന്നത് ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അവിടുത്തെ ഡ്രൈവറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലത്തെ അവിടെ എൻവയോൺമെൻറ്റും. ഡ്രൈവർ വളരെ എഫിഷ്യൻ്റ് ആയ ഡ്രൈവർ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകും. ഓടിക്കാനൊക്കെ പേടിയുള്ള ആളാണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ്, നല്ല കാലാവസ്ഥയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പോകാൻ പറ്റും. മഴയൊക്കെ ഉണ്ടെങ്കിൽ വിസിബിലിറ്റി കുറവായതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ടൈം, ട്രാഫിക് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ വെഹിക്കിളിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അതുപോലെ പ്ലേസിനനുസരിച്ച് ട്രാഫിക് കണ്ടീഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് ഇരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ട്രാഫിക് സ്റ്റഡീസ് അല്ലെങ്കിൽ സ്പീഡ് സ്റ്റഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുള്ളിൽ വരുന്ന ടേമുകളാണ് ട്രാവൽ ടൈം. ട്രാവൽ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ സ്പീഡ്. ട്രാവൽ ടൈം എന്ന് പറയുന്നത് സ്പീഡിൻ്റെ റെസിപ്രോക്കലാണ് ഈ ട്രാവൽ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സിമ്പിൾ മെഷർ ഓഫ് ഹൗ വെൽ റോഡ് നെറ്റ്വർക്കിംഗ് ഈസ് ഓപ്പറേറ്റിംഗ്. അതായത് എങ്ങനെയാണ് റോഡ് നെറ്റ്വർക്കിംഗ്, എത്ര നന്നായിട്ടാണ് റോഡ് നെറ്റ്വർക്കിംഗ് അവിടെ ഓപ്പറേറ്റ് ചെയ്യണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ട്രാവൽ ടൈം നമുക്ക് ഉപകരിക്കും. അത് കണ്ടുപിടിക്കുന്നത്. ഇനി സ്പോട്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ സ്പെസിഫൈഡ് സെക്ഷൻ ഓർ ലൊക്കേഷൻ.
ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനിലുള്ള വെഹിക്കിളിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെയാണ് നമ്മൾ സ്പോട്ട് സ്പീഡ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ സെക്ഷൻ എന്ന് പറയുന്നതാണ് സ്പോട്ട് സ്പീഡ്. സ്പോട്ട് സ്പീഡ്, ഈ പേരുകൾ ഓർത്ത് വയ്ക്കുക, എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഡെഫിനിഷനായിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ആവറേജ് സ്പീഡ്. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ സ്പോട്ട് സ്പീഡ്സ് ഓഫ് ഓൾ ദ പാസിംഗ് വെഹിക്കിൾസ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓൺ ദ ഹൈവേ. അതായത് എല്ലാ സ്പോട്ട് സ്പീഡ്സിൻ്റെയും ആവറേജിനെയാണ്, സ്പോട്ട് സ്പീഡ് ഓഫ് ദ ഓൾ ദി വെഹിക്കിളിൻ്റെ ആവറേജിനെയാണ് നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി റണ്ണിങ് സ്പീഡ്. ഇറ്റ് ഈസ് ദ ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻഡ് ബൈ എ വെഹിക്കിൾ ഓവർ എ പെർട്ടിക്കുലർ സ്ട്രെച്ച് ഓഫ് റോഡ് വൈൽ ദ വെഹിക്കിൾ ഈസ് ഇൻ ദ ഫസ്റ്റ് മോഷൻ. അതായത് ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഒരു റോഡ് വേയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആവറേജ് സ്പീഡിനെയാണ് നമ്മൾ അതിൻ്റെ റണ്ണിങ് സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻഡ് ബൈ എ വെഹിക്കിൾ ഓവർ എ പെർട്ടിക്കുലർ സ്ട്രെച്ച് ഓഫ് റോഡ്. ഓക്കെ. ഇനി ഓവറോൾ സ്പീഡ് ആൻഡ് ട്രാവൽ സ്പീഡ്. ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് സ്പീഡ് വിത്ത് വിച്ച് എ വെഹിക്കിൾ ട്രാൻസ്വേഴ്സസ് എ പെർട്ടിക്കുലർ റൂട്ട് ബിറ്റ്വീൻ ടു ടെർമിനൽസ്. രണ്ട് ടെർമിനൽസ് തമ്മിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സ്പീഡാണോ അതിൽ വരുന്നത് അതിനാണ് ഓവറോൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് സ്ഥലമുണ്ട്, രണ്ട് സ്ഥലം തമ്മിൽ 10 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ആ രണ്ട് സ്ഥലത്തിൻ്റെ ഇടയിൽ അയാൾ എടുക്കുന്ന സ്പീഡ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഓവറോൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് സ്പീഡാണത്. ഓക്കെ, രണ്ട് ടെർമിനൽസിന് ഇടയിലുള്ള എഫക്റ്റീവ് സ്പീഡിനാണ് ഓവറോൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സ്പീഡ് സ്റ്റഡീസ് ഗിവൺ ദ ജനറൽ ട്രെൻഡ് ഇൻ സ്പീഡ്. സ്പീഡിൻ്റെ ജനറൽ ട്രെൻഡിനെ കുറിച്ച് തരുന്നത് ഈ സ്പീഡ് സ്റ്റഡീസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ട് ടൈപ്പ് സ്പീഡ് സ്റ്റഡീസ് ഉണ്ട്. ഒന്ന് സ്പോട്ട് സ്പീഡ് സ്റ്റഡിയും അടുത്തത് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡിയും. സ്പോട്ട് സ്പീഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെയാണ് നമ്മൾ സ്പോട്ട് സ്പീഡ് എന്ന് പറയുന്നത്. മറ്റേത് രണ്ടാമത്തേത് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി. അതിൻ്റെ എന്തെങ്കിലും ഡിലേ ഉണ്ടോ അതിനുള്ള കാരണമൊക്കെ മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്, അപ്പോൾ അത് സാധാരണ എടുക്കുന്നത് 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ചില വെഹിക്കിൾസ് 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ എന്തുകൊണ്ട് അതിൽ ഡിലേ ഒക്കെ സംഭവിച്ചു, അതൊക്കെ അതിൻ്റെ കാരണമൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്, സർവേ എടുക്കാറുണ്ട് അതിൻ്റെയൊക്കെ. അപ്പോൾ അതിനെയാണ് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡീസ്, എന്തുകൊണ്ടാണ് ഡിലേ വന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ളതാണ് സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി. ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ, OD സ്റ്റഡീസ് എന്നും പറയാറുണ്ട്. ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ്. ദ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് ക്യാരി ഔട്ട് മെയിൻലി ടു പ്ലാൻ ദ റോഡ് നെറ്റ്വർക്ക് ആൻഡ് അതർ ഫെസിലിറ്റീസ് ഫോർ എ വെഹിക്കുലർ ട്രാഫിക്. അപ്പോൾ OD സ്റ്റഡി ക്യാരി ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഒരു റോഡ് നെറ്റ്വർക്ക് പ്ലാൻ ചെയ്യാൻ, അതുപോലെ അതർ ഫെസിലിറ്റീസ് എന്തെങ്കിലും വേണം റോഡിൽ, അതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ പ്ലാൻ ദ ഷെഡ്യൂൾ ഓഫ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഫോർ ദ ട്രിപ്പ് ഡിമാൻഡ്സ് ഓഫ് കമ്മ്യൂട്ടേഴ്സ്. ഒരു ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ആ റോഡിൽ വേറെ ഏതെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി ഉപയോഗിക്കുന്നത്. OD gives information like the actual direction of travel, selection of routes and length of the trips. അപ്പോൾ ഈ OD സ്റ്റഡീസിൽ നിന്ന് നമുക്ക് ലെങ്ത് ഓഫ് ട്രിപ്പ് എത്രയാണെന്ന് മനസ്സിലാക്കും, അതുപോലെ സെലക്ഷൻ ഓഫ് റൂട്ട് എങ്ങനെയാണ് വരുന്നത്, ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് ട്രാവൽ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസിൽ നിന്ന് ലഭിക്കും. ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ ഒറിജിനും ഡെസ്റ്റിനേഷനും തമ്മിലുള്ള ആ രണ്ട് പ്ലേസിൻ്റെ ഇടയിലുള്ള ആ ഒരു ലെങ്ത്തിലുണ്ടാവുന്ന റോഡ് ട്രാഫിക്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. Okay, it also provides the basic data for determining the desired direction of the flow or the desired lines. Desired lines കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഡിസൈർഡ് ഡയറക്ഷൻസ് ഏതാണ്, റൂട്ട് മാപ്പ് എങ്ങനെയാണ് വരുന്നത്, ഏത് തരത്തിലാണ് ഏത് ഡയറക്ഷനിലാണ് ട്രാഫിക് ഫ്ലോ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി സഹായിക്കാറുണ്ട്. The various applications of OD surveys are to judge the adequacy of the existing routes and to use it planning new network of roads, transportation system, mass transit facilities in cities. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് റൂട്ട് സഫീഷ്യൻ്റ് ആണോ, ഈ റൂട്ട് തന്നെ മതിയോ, ട്രാഫിക് മൂവ് ചെയ്യാൻ കൺജഷൻ ഉണ്ടോ, കംഫർട്ടബിൾ ആണോ ആൾക്കാർക്ക്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി ഉപയോഗിക്കും. അതുപോലെ ടു ലൊക്കേറ്റ് എക്സ്പ്രസ് വേ, ടെർമിനൽസ്, ന്യൂ ബൈപ്പാസ് ആൻഡ് ബ്രിഡ്ജസ് ആസ് പെർ ട്രാഫിക് ഡിമാൻഡ്സ്. ട്രാഫിക് ഡിമാൻഡിനനുസരിച്ച് എക്സ്പ്രസ് വേ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, അതേപോലെ ബ്രിഡ്ജിൻ്റെ ആവശ്യമുണ്ടോ, എന്തെങ്കിലും ടെർമിനൽസോ ബൈപ്പാസ് എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണോ, ഇത് മനസ്സിലാക്കാനും ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡാറ്റ ഉപയോഗിക്കാറുണ്ട്. ടു എസ്റ്റാബ്ലിഷ് ദ ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ റോഡ്, ബ്രിഡ്ജ് ആൻഡ് കൾവേർട്സ് അലോങ് ദി റൂട്ട്. എന്തെങ്കിലും ബ്രിഡ്ജിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്താറുണ്ടോ, അതിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അവിടെ എന്തെങ്കിലും കൾവേർട്ട് വരുത്തണോ, ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, ബ്രിഡ്ജ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, റോഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇതൊക്കെ മനസ്സിലാക്കാനും ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡാറ്റ ഉപയോഗിക്കാറുണ്ട്.
ഇനി അടുത്ത ടൈപ്പ് ഇതിൽ വരുന്നത് മെത്തേഡ്സ് ഫോർ കളക്ടിങ് OD ഡാറ്റ. ഈ OD ഡാറ്റ, ഒറിജിനൽ ഡെസ്റ്റിനേഷൻ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് റോഡ് സൈഡ് ഇൻ്റർവ്യൂ മെത്തേഡ്, ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ്, റിട്ടേൺ പോസ്റ്റ് കാർഡ് മെത്തേഡ്, ടാഗ് ഓൺ കാർ മെത്തേഡ്, പിന്നെ ഹോം ഇൻ്റർവ്യൂ മെത്തേഡ്, വർക്ക് സ്പോട്ട് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇത്രയും മെത്തേഡ്സ് ആണ്, 6 മെത്തേഡ്സ് ഉണ്ട്. 6 മെത്തേഡ്സ് ആണ് നമ്മൾ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. എന്താണ് റോഡ് സൈഡ് ഇൻ്റർവ്യൂ മെത്തേഡ്? ദ വെഹിക്കിൾസ് ആർ സ്റ്റോപ്ഡ് അറ്റ് പ്രീവിയസ്ലി ഡിസൈഡഡ് ലൊക്കേഷൻ ബൈ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ആൻസർ ടു പ്രിസ്ക്രൈബ്ഡ് ക്വസ്റ്റ്യനെയർ റിഗാർഡിംഗ് ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, പർപ്പസ് എക്സെട്ര ആർ കളക്റ്റഡ് ഓൺ സ്പോട്ട്. അപ്പോൾ റോഡ് സൈഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ നിന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കാന്ന് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കുറച്ച് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ചോദിക്കുക, അതായത് അവർ ഒറിജിൻ ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണ്, പർപ്പസ് എന്താണ്, എത്ര ടൈം ട്രാവൽ ചെയ്യാൻ എടുത്തു, ഇത്രയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണതാണ് റോഡ് സൈഡ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ നമുക്ക് ഈസി ആയിട്ട് ക്വിക്ക്ലി കളക്ട് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടല്ലേ. അർജൻറ്റായിട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റോഡ് സൈഡ് ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അത് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ലൈസൻസ് പ്ലേറ്റ് മെത്തേഡാണ്. ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് മെത്തേഡ് ലൈസൻസ് പ്ലേറ്റ് നമ്പർ ആർ നോട്ടഡ് അണ്ടർ എ ഗിവൺ ഏരിയ ഇൻ എ ടൈം. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ലൈസൻസ് പ്ലേറ്റ് നമ്പർ ഒരു ഗിവൺ ഏരിയയിൽ അറ്റ് എ ടൈമിൽ നോട്ട് ചെയ്തു. ആഫ്റ്റർ കളക്ടിങ് ദ ഫീൽഡ് ഡാറ്റ, മേജർ കമ്പ്യൂട്ടേഷൻ വർക്ക് ആൻഡ് അനാലിസിസ് ഡൺ ഇൻ ഓഫീസ് ബൈ ട്രാക്കിംഗ് ദ വെഹിക്കിൾ നമ്പർ ആൻഡ് ഇറ്റ്സ് ടൈം ഓഫ് എൻ്ററിങ് ആൻഡ് ലീവിങ്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സ്ട്രെച്ച് എടുത്തിട്ട് വെഹിക്കിൾ എൻ്റർ ചെയ്യുന്ന ടൈം ഒരു നമ്പർ നമ്മൾ നോട്ട് ചെയ്തു. ഒരു വെഹിക്കിളിൻ്റെ നമ്പർ 2856. ആ വെഹിക്കിൾ 10 മണിക്ക് ഒരു റോഡിൽ എൻ്റർ ചെയ്തു. ആഫ്റ്റർ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 10:10 ആ സെയിം നമ്പർ 2856 എന്നുള്ള വെഹിക്കിൾ 10:10 വേറൊരു സെക്ഷനിൽ നിന്ന് ലീവ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 2 കിലോമീറ്ററും അതിനെടുത്ത സമയം എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഏത് പർട്ടിക്കുലർ സ്ട്രെച്ച് കൺസിഡർ ചെയ്ത് അത് എൻ്റർ ചെയ്യുന്ന ടൈമും അതുപോലെ ലീവ് ചെയ്യുന്ന ടൈമും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ലൈസൻസ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് റിട്ടേൺ പോസ്റ്റ് കാർഡ് മെത്തേഡ്. പ്രിപ്പയർഡ് ബിസിനസ് റിപ്ലൈ കാർഡ്സ് വിത്ത് റിട്ടേൺ അഡ്രസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ റൂട്ട് ടു ദി ഓണേഴ്സ് ഓഫ് ദി വെഹിക്കിൾസ്. അപ്പോൾ ഇതായത് നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓണേഴ്സ് ഓഫ് ദി വെഹിക്കിൾസിൻ്റെ കയ്യിൽ നമ്മളൊരു പോസ്റ്റ് കാർഡ് കൊടുത്തു. അപ്പോൾ അതിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവർ വീട്ടിൽ ചെന്നിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം തിരിച്ചയക്കുക. അതാണ് റിട്ടേൺ പോസ്റ്റ് കാർഡ് മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. The questionnaire to be filled by the road user printed on the cards. The distributing stations for the cards may be selected where vehicles have to stop in the case of toll booth. This method is suitable for heavy traffic area. Heavy traffic area ഇത് കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ ടോൾ ബൂത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വണ്ടികൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ പോസ്റ്റ് കാർഡ് കൊടുക്കും. അവർ വീട്ടിൽ പോയിട്ട് അവർക്ക് സമയമുള്ളപ്പോഴെപ്പോഴെങ്കിലും നമ്മൾ ഈ പോസ്റ്റ് കാർഡ് റിട്ടേൺ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അപ്പം തന്നെ തിരിച്ചു കൊടുക്കുന്നവരുണ്ട് ആൻസർ എഴുതിയിട്ട്, ചിലവർ വീട്ടിൽ ചെന്ന് അയച്ചു കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, അടുത്ത ടൈപ്പ് ടാഗ് ഓൺ കാർ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് a pre-recorded card is stuck on the vehicle as it enters the area under study. When the vehicle leaves the study area, observations are recorded on the tag. This method is suitable for heavy traffic area. അപ്പോൾ ടാഗ് ഓൺ കാർ മെത്തേഡ് ഹെവി ട്രാഫിക് ഏരിയയിൽ യൂസ് ചെയ്യാം. അതായത് ഒരു വെഹിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ അതിലൊരു ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക നമ്പറും അതുപോലെ എൻ്റർ ചെയ്യുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഏത് സ്ഥലമാണ് അത് കയ്യിൽ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ അത് ലീവ് ചെയ്യുമ്പോൾ ആ കാർഡ് എടുക്കും. അപ്പോൾ ലീവ് ചെയ്യണ സമയം, ലീവ് ചെയ്യണ സ്ഥലം ഏതാണ്, ഇതൊക്കെ അതിൽ വീണ്ടും എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അതാണ് ടാഗ് ഓൺ കാർ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ടാഗ് അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. എൻ്റർ ചെയ്യുമ്പോൾ ഒരു ടാഗ് പ്ലേസ് ചെയ്യുക, ലീവ് ചെയ്യുമ്പോൾ ആ ടാഗ് എടുക്കുക. അപ്പോൾ അതിൽ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഹോം ഇൻ്റർവ്യൂ മെത്തേഡ്. എ റാൻഡം സാമ്പിൾ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് സെലക്ടഡ് ആൻഡ് ദ റെസിഡൻസസ് ആർ ട്രെയിൻഡ് പേഴ്സണൽ ഹൂ കളക്ട് ദ ട്രാവൽ ഡാറ്റ ഫ്രം ഈച്ച് മെമ്പർ ഓഫ് ദ ഹൗസ്. ദ ഡാറ്റ ഈസ് കളക്റ്റഡ് ഈസ് യൂസ്ഫുൾ ഫോർ പ്ലാനിങ് റോഡ് നെറ്റ്വർക്ക് ആൻഡ് വാരിയസ് വെഹിക്കുലർ ഫെസിലിറ്റീസ്. ഹോം ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവിടെയുള്ള വീട്ടിലെ മെമ്പേഴ്സിനോട് നമ്മൾ അതിലത്തെ ട്രാഫിക് ഡീറ്റെയിൽസ്, അവർ ഈ ആഴ്ച എവിടെയൊക്കെ പോയി, ഏകദേശം എത്ര ടൈം എടുത്തു, ഏത് റൂട്ടിലൊക്കെയാണ് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നതിനാണ് ഹോം ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്.
ഇനിയുള്ളത് വർക്ക് സ്പോട്ട് ഇൻ്റർവ്യൂ മെത്തേഡാണ്. വർക്ക് സ്പോട്ട് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ ട്രാൻസ്പോർട്ടേഷൻ നീഡ്സ് ഓഫ് വർക്ക് ട്രിപ്സ് ക്യാൻ ബി പ്ലാൻഡ് കളക്ടിങ് ദ O&D ഡാറ്റ വർക്ക് സ്പോട്ട് ലൈക്ക് ഓഫീസസ്, ഫാക്ടറീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഓഫീസിലോ ഫാക്ടറീസിലൊക്കെ പോയിട്ട് അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ട് ആഴ്ചയിൽ എഡ്യൂക്കേഷൻ ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് എവിടെയൊക്കെ ട്രാഫിക് യാത്ര പോവേണ്ടി വരും, പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, സമയം ഏകദേശം എത്ര എടുത്തു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്നിട്ട് എടുക്കുന്നതിനാണ് വർക്ക് സ്പോട്ട് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. O&D ഡാറ്റ ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ ദ ഫോളോയിങ് ഫോം: ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ടാബിൾസ് ഷോയിങ് നമ്പർ ഓഫ് ട്രിപ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോൺസ്. അപ്പോൾ ഒരു ഒറിജിനൽ ഡെസ്റ്റിനേഷൻ ടേബിൾ ഉണ്ടാവും, അതിൽ ഡിഫറെൻറ്റ് സോൺസിലത്തെ നമ്പർ ഓഫ് ട്രിപ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസയർ ലൈൻസ് ആണ്. ഡിസയർ ലൈൻസ് നമ്മൾ ഡിസയർ ലൈൻ ഡയഗ്രം പ്ലോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ O&D ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസയർ ലൈൻ വെച്ചിട്ടാണ്. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു മുമ്പത്തെ. O&D ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസയർ ലൈൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഡിസയർ ലൈൻ പ്ലോട്ടഡ് ഇൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പ്രിപ്പയർഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ O&D സർവേ. O&D സർവേയിൽ നിന്ന് ഒരു ഡിസയർ ലൈൻ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യും. ഇനി പൈ ചാർട്ട് ഉണ്ടാവും, അതുപോലെ കോണ്ടൂർ ലൈൻസ്. പൈ ചാർട്ട് വഴി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, കോണ്ടൂർ ലൈൻ വഴി റെപ്രസെൻറ്റ് ചെയ്യാം, ഡിസയർ ലൈൻ ഡയഗ്രം വഴി റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് ഒറിജിനൽ ഡെസ്റ്റിനേഷൻ ഡാറ്റ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Traffic stream generally has flow and counter flow along a common route unless the stream is separated by one-way flow by proper design and regulation. ഒരു ട്രാഫിക് സ്ട്രീം ജനറലി ഒരു ട്രാഫിക് സ്ട്രീം എന്ന് പറയുന്നത് അതിന് അങ്ങോട്ടേക്ക് ഒരു ട്രാവലിംഗ് ഉണ്ടാവും, തിരിച്ച് അതുപോലെ ഇങ്ങോട്ടേക്കും ഉണ്ടാവും അല്ലേ. വൺ സൈഡ് മാത്രമല്ല, ടു സൈഡ് അതിന് ട്രാഫിക് ഫ്ലോ ഉണ്ടാവും. അപ്പം അത് നമ്മൾ അനലൈസ് ചെയ്യാണ് ചെയ്യുക. ഇനി ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഫ്ലോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു വൺ വേ റൂട്ടായിരിക്കും. വൺ വേ റൂട്ടാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ട്രാഫിക് സ്ട്രീമിനെ സംബന്ധിച്ചുള്ള ഇവിടുന്ന് അങ്ങോട്ടും പോകും, അതുപോലെ തിരിച്ചിങ്ങോട്ടും വരും. ദ ബേസിക് ട്രാഫിക് മാനുവേഴ്സ് ആർ ഡൈവേർജിങ്, മെർജിങ്, ക്രോസിങ്. ബേസിക് ആയിട്ടുള്ള ട്രാഫിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡൈവേർജ് ചെയ്യുക, മെർജ് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഇങ്ങനെ 3 ടൈപ്പാണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ്സ് ബോത്ത് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് vehicles in the traffic stream and is useful in geometry design features such as traffic capacity, volume, number of lanes and width of carriageway. അപ്പോൾ സ്റ്റഡി ഓഫ് ഒരു ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്റ്റഡിയിൽ വരുന്ന സ്റ്റഡി എന്ന് പറയുന്നത് അതിന് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി ഒരു വെഹിക്കിളിന് ഉണ്ടാവുന്ന മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ ട്രാഫിക് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ, അതുപോലെ വോളിയം, നമ്പർ ഓഫ് ലൈൻസ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാനായിട്ട് ഈ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വെഹിക്കിളിൻ്റെ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെഹിക്കിളിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്റ്റഡി ഓഫ് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റഡി ഈസ് ഓൾസോ വെരി മച്ച് നീഡഡ് ടു ഡിസൈഡ് ട്രാഫിക് റെഗുലേറ്ററി മെഷർ ഫോർ ദ ഡിസൈൻ ഓഫ് ട്രാഫിക് കൺട്രോൾ മെത്തേഡ്സ്. അപ്പോൾ ഒരു സ്ഥലത്തുണ്ടാകുന്ന ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിക്കാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡീസ് ആണ്. എന്താണ് ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്? ട്രാഫിക് കപ്പാസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ റോഡ് വേ ടു അക്കോമഡേറ്റ് ട്രാഫിക് വോളിയം. അവിടുത്തെ ഒരു ട്രാഫിക് വോളിയം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു റോഡ് വേയുടെ കപ്പാസിറ്റീനെയാണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ട്രാഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനാണ്, ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനാണ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്. ആ ട്രാഫിക് വോളിയം അക്കോമഡേറ്റ് ചെയ്യാനുള്ള റോഡ് വേയുടെ കപ്പാസിറ്റീനെയാണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ എ ലൈൻ or a road that can be passed at a unit time. It is the ഒരു റോഡ് വേയിലുള്ള മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് അറ്റ് എ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ആൻഡ് വോളിയം ആർ മെഷേർഡ് ഓഫ് ട്രാഫിക് വോളിയം ആൻഡ് ഹാവ് സെയിം യൂണിറ്റ്. കപ്പാസിറ്റിയുടെയും വോളിയത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ട്രാഫിക് ഫ്ലോ. ട്രാഫിക് ഫ്ലോയുടെ മെഷറിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം അല്ലെങ്കിൽ ട്രാഫിക് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രാഫിക് വോളിയം is the number of vehicles moving in a specified direction on a given line and roadway that passes a given point or cross section during a specified unit of time. ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ പെർ യൂണിറ്റ് ടൈമിൽ എത്രത്തോളം വെഹിക്കിൾ പാസ് ചെയ്തോ അതിനെയാണ് നമ്മൾ ട്രാഫിക് വോളിയം എന്ന് പറയുന്നത്.
ഇനി ബേസിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചർ കാർസ് that can pass a given point on a line or roadway during 1 hour under the most nearly ideal roadway and traffic conditions which can possibly be attained. ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റോഡ് വേയിൽ കൂടെ പാസ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചർ കാർ യൂണിറ്റ്സിനെയാണ് ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പാസഞ്ചർ കാർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് വെഹിക്കിൾസിനെ നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഒരു യൂണിറ്റിലേക്ക്, ഒരു പാസഞ്ചർ കാർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ദ മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചർ കാർസ് ദാറ്റ് ക്യാൻ പാസ് എ ഗിവൺ പോയിന്റിനെയാണ് നമ്മൾ അതിൻ്റെ ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബേസിക് കപ്പാസിറ്റി ഇസ് ദ തിയററ്റിക്കൽ കപ്പാസിറ്റി. അപ്പോൾ ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ കപ്പാസിറ്റിയാണ്. ഇനി പോസിബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ മാക്സിമം കപ്പാസിറ്റി ദാറ്റ് ക്യാൻ പാസ് എ ഗിവൺ പോയിന്റ് ഓൺ എ ലൈൻ ഓർ റോഡ്വേ ഡ്യൂറിങ് 1 hour അണ്ടർ പ്രിവെയിലിംഗ് റോഡ്വേ ഓർ ട്രാഫിക് കണ്ടീഷൻ. അതായത് പ്രിവെയിലിംഗ് റോഡ് കണ്ടീഷനിൽ ഒരു വെഹിക്കിളിന് ഒരു റോഡ് ലൈനിൽ കൂടെ പാസ് ചെയ്യാവുന്ന നമ്പർ ഓഫ് മാക്സിമം വെഹിക്കിൾസ്, അതിൻ്റെ കപ്പാസിറ്റിനെയാണ് പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് മാക്സിമം വേഴ്സ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രിവെയിലിംഗ് കണ്ടീഷനിൽ ഒരു റോഡിൽ കൂടെ എത്രത്തോളം വെഹിക്കിൾ 1 hour പാസ് ചെയ്യുന്നു, അതിൻ്റെ കപ്പാസിറ്റിനെയാണ് പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. The possible capacity is much lower than basic capacity. പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് ബേസിക് കപ്പാസിറ്റിനേക്കാളും കുറവായിരിക്കും. കാരണം എന്താ? ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയുള്ള കണ്ടീഷനിൽ ഒരു 1 hour ഒരു റോഡിൽ കൂടെ പാസ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ നമ്പറാണ്. പോസിബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിവെയിലിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ, വേഴ്സ്റ്റ് കണ്ടീഷനിൽ ഒരു റോഡിൽ കൂടെ പാസ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ നമ്പറിനെയാണ് പോസിബിൾ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ പോസിബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോവർ ദാൻ ബേസിക് കപ്പാസിറ്റി ആയിരിക്കും. ബട്ട് വെൻ ദ prevailing conditions approach the ideal condition, the possible capacity approach the basic capacity. prevailing conditions ideal conditions ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ കപ്പാസിറ്റി എന്താവും? ബേസിക് കപ്പാസിറ്റി ആയിട്ട് മാറും. thus the value of capacity varies from 0 to basic capacity. അപ്പോൾ പോസിബിൾ കപ്പാസിറ്റീൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 മുതൽ ബേസിക് കപ്പാസിറ്റി വരെയാണ്. ഓക്കെ, അടുത്തത് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ദാറ്റ് ക്യാൻ പാസ് എ ഗിവൺ പോയിന്റ് ഓർ റോഡ്വേ ഡ്യൂറിങ് 1 hour without density being so great as to cause unreasonable delay, hazard or restriction to drivers' freedom to maneuver under prevailing roadway or traffic condition. അപ്പോൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്നത് പ്രാക്ടിക്കലി ഉള്ള എല്ലാ കണ്ടീഷൻസും വെച്ച് അനലൈസ് ചെയ്തിട്ട് ഒരു റോഡിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഡ്യൂറിങ് 1 hour ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ ദാറ്റ് പാസ് ഗിവൺ എ പോയിന്റ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിലേ, ഹസാർഡ്, അതേപോലെ റെസ്ട്രിക്ഷൻ ടു ഡ്രൈവേഴ്സ് സ്പീഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ റോഡിൽ കൂടെ എത്രത്തോളം വെഹിക്കിൾ പാസ് ചെയ്യാവോ അതിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് പാർക്കിംഗ് സ്റ്റഡീസിനെ കുറിച്ചാണ്. പാർക്കിംഗ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? പാർക്കിംഗ് സ്റ്റഡീസ് ആർ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ഫെസിലിറ്റീസ് അവൈലബിൾ. അവിടെയുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീനെയാണ് പാർക്കിംഗ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. വാരിയസ് ആസ്പെക്ട്സ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിങ് പാർക്കിംഗ് സ്റ്റഡീസ് ആർ. ഒരു പാർക്കിംഗ് സ്റ്റഡീസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പാർക്കിംഗ് ഡിമാൻഡ്. ദിസ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്. പാർക്കിംഗ് ഡിമാൻഡ്, എത്രത്തോളം ഡിമാൻഡ് അവിടെ ആവശ്യമുണ്ട്, എത്ര വെഹിക്കിൾ ഒരു പെർട്ടിക്കുലർ അവറിൽ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പാർക്കിംഗ് ഡിമാൻഡ് എത്രയാണെന്നാണ് മനസ്സിലാക്കാനുള്ളതാണ് ആദ്യത്തേത്. One of the methods is by making cordon counts of the selected area and recording accumulation of vehicles during the peak hours by subtracting the outgoing traffic from the traffic volume entering the cordoned area. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളവിടെ പീക്ക് അവേഴ്സിലുള്ള വെഹിക്കിൾസിൻ്റെ നമ്പർ, അവിടുത്തെ നമ്പർ കളക്ട് ചെയ്യുക. അതായത് എൻ്റർ ചെയ്യണ വെഹിക്കിൾ, ഔട്ട് ഗോയിങ് ഉള്ള വെഹിക്കിൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ഒരു പർട്ടിക്കുലർ അവറിൽ എത്രത്തോളം വെഹിക്കിൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളത് കൗണ്ട് ചെയ്യുക. ഇനി അതർ മെത്തേഡ് ഈസ് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ ദ പാർക്ക്ഡ് ഏരിയ അണ്ടർ സ്റ്റഡി ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ദ ഡേ. ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ദ ഡേ എടുത്തിട്ട് അവിടെ ഉണ്ടാകുന്ന എത്രത്തോളം വെഹിക്കിൾസ് അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഏരിയയിൽ, അതാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പാർക്കിംഗ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ എൻ്റർ ചെയ്യണ വെഹിക്കിൾ മൈനസ് ലീവ് ചെയ്യണ വെഹിക്കിൾ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് എടുത്തിട്ട് അവിടെ എത്രത്തോളം വെഹിക്കിൾ ഉണ്ടെന്ന് എണ്ണി എടുക്കുക. അതാണ് രണ്ട് മെത്തേഡുകൾ. ഇനി പാർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ സ്റ്റഡി ഈസ് ഡയറക്റ്റഡ് ടു നോട്ട് ദ പ്രസൻറ്റ് പാർക്കിംഗ് പ്രാക്ടീസസ് പ്രിവെയിൽ ഇൻ ദ ഏരിയ അണ്ടർ കൺസിഡറേഷൻ ആൻഡ് ജനറൽ പ്രോബ്ലംസ് ഇൻ പാർക്കിംഗ്. പാർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് അവിടെ എന്തെങ്കിലും പാർക്കിംഗ് പ്രോബ്ലംസ്, എന്തൊക്കെ പാർക്കിംഗ് പ്രോബ്ലംസ് അവിടെ വരാറുണ്ട്, ഏത് ടൈപ്പ് വെഹിക്കിൾസ് ആണ് വരുന്നത്, അതിനനുസരിച്ച് എത്രത്തോളം സ്ഥലം വേണം, അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ് പാർക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഇനി പാർക്കിംഗ് സ്പേസ് ഇൻവെൻട്രി.
The area under study is fully surveyed and a map is prepared showing all places where curb parking and offset parking can be provided to meet the general problems in parking. പാർക്കിംഗ് സ്പേസ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടുപിടിക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് കർബ് പാർക്കിംഗ്, കർബിനോട് ചേർന്ന് പാർക്കിംഗ് പോസിബിൾ ഉള്ളത്, അതുപോലെ ഓഫ്സെറ്റ് പാർക്കിംഗ് എവിടെയെങ്കിലും സാധിക്കുമോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അനലൈസ് ചെയ്യുക പോയിട്ട്, ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ പോസിബിൾ ആണോ. അപ്പോൾ അത് പാർക്കിങ്ങിന് ഒരു സൊല്യൂഷൻ ആയിരിക്കും. കൂടുതൽ സ്ഥലം എടുക്കുന്നതിന് പകരം നമ്മൾ ഓഫ്സെറ്റ് പാർക്കിംഗ് ഒക്കെ അനുവദിക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മൊത്തത്തിൽ ഓവറോൾ സ്റ്റഡീസാണ് പാർക്കിംഗ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എങ്ങനെ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് ആക്സിഡൻറ്റ് സ്റ്റഡീസ്. റോഡ് ആക്സിഡൻറ്റ് cannot be totally prevented, but suitable traffic engineering and management measures, the accident rate can be decreased considerably. അപ്പോൾ സ്യൂട്ടബിൾ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റോഡ് ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ സാധിക്കും. വാരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ആക്സിഡൻറ്റ് സ്റ്റഡീസ് ആർ ലിസ്റ്റഡ് ആസ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സ്റ്റഡീസിൽ വാരിയസ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു സ്റ്റഡി ദ കോസസ് ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് ടു സജസ്റ്റ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അറ്റ് പൊട്ടൻഷ്യൽ ലൊക്കേഷൻ. ഒരു ആക്സിഡൻറ്റ് സ്റ്റഡി നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഒരു ആക്സിഡൻറ്റ് ലൊക്കേഷൻ സ്റ്റഡി ചെയ്തിട്ട് അവിടെ എന്ത് മെഷർ നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ വല്ല ബോർഡൊക്കെ വെച്ചാൽ മതിയാവുമായിരിക്കും. അല്ല അവിടെ എന്തെങ്കിലും ലൈറ്റോ, ഇപ്പോൾ രാത്രിയൊക്കെയാണ് അവിടെ വിസിബിലിറ്റി കുറവാണെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സ്ഥലത്തുള്ള ആക്സിഡൻറ്റ് അനലൈസ് ചെയ്തിട്ട് അവിടെ എന്ത് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും ആ ലൊക്കേഷനിൽ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ടു വാലുവേറ്റ് ദ എക്സിസ്റ്റിംഗ് ആക്സിഡൻറ്റ് ലൊക്കേഷൻ. ഒരു എക്സിസ്റ്റിംഗ് ആക്സിഡൻറ്റ് ലൊക്കേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ വല്ല കർവൊക്കെ ആയിരിക്കും, അപ്പോൾ അതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ടു സപ്പോർട്ട് ദ പ്രപ്പോസ്ഡ് ഡിസൈൻ. നമ്മളിവിടെ ഒരു ഡിസൈൻ അവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റർ കിട്ടുമോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ടു ക്യാരി ഔട്ട് സ്റ്റഡീസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് നമ്മൾ ബിഫോർ ഒരു സ്ഥലത്തുള്ള കണ്ടീഷൻസ്, അപ്പോൾ അവിടെ ആക്സിഡൻറ്റ് കൂടുതലായിരുന്നു, അപ്പോൾ നമ്മൾ അവിടുത്തെ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആക്സിഡൻറ്റ് കുറവുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്സിഡൻറ്റ് സ്റ്റഡി ഉപയോഗിക്കാറുണ്ട്. To make the financial computations and to give economic justifications for the improvements suggested by the traffic engineer. അപ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ, എക്കണോമിക്കലായോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സിഡൻറ്റ് സ്റ്റഡീസ് ഉപയോഗിക്കാറുണ്ട്. കോസസ് ഓഫ് ആക്സിഡൻറ്റ്സ് ഏതൊക്കെയാണ്? റോഡ് യൂസേഴ്സ് ഒരു കാരണമാണ്. അതേപോലെ വെഹിക്കിളിൻ്റെ കണ്ടീഷൻസ്, ചിലപ്പോൾ ബ്രേക്കൊക്കെ പൊട്ടിയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാം. റോഡ് ആൻഡ് ഇറ്റ്സ് കണ്ടീഷൻസ്, വിസിബിലിറ്റി കുറവായിട്ട് റെയിൻ കാരണമൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ട്, വിസിബിലിറ്റി കുറവായ കാരണം. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടർ ഒരു കാരണമാണ്. പിന്നെ ചിലപ്പോൾ മരമൊക്കെ വീണിട്ട് റോഡ് തടസ്സപ്പെട്ടിട്ടും, ചിലപ്പോൾ കാറിൻ്റെ മുകളിലേക്ക് മരം വീഴുക, അങ്ങനെയുള്ള കണ്ടീഷൻ കൊണ്ടൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ട്. അതർ കോസസ് ഇൻകറക്റ്റ് സൈൻസ് ആൻഡ് സിഗ്നൽസ്, ഗേറ്റ് ഓഫ് ലെവൽ ക്രോസിംഗ്, ബാഡ്ലി ലൊക്കേറ്റഡ് അഡ്വർടൈസ്ഡ് ബോർഡ്സ്. അപ്പോൾ വേറെ കോസുകൾ എന്ന് പറയുന്നത് സിഗ്നൽസ് തെറ്റായി കൊടുത്തിട്ടൊക്കെ ഉണ്ടാവാം, അപ്പോൾ അതുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ലെവൽ ക്രോസിങ്ങിൽ ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ബോർഡുകൾ, അഡ്വർടൈസിങ് ബോർഡുകൾ കാരണം ചിലപ്പോൾ അത് മറിഞ്ഞു വീണിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാം. അങ്ങനെ ഡിഫറെൻറ്റ് കാരണങ്ങൾ കൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മൊത്തം അവിടെ ഉണ്ടാവുന്ന ആക്സിഡൻറ്റ്സ് എങ്ങനെ കുറയ്ക്കാം, അവിടുത്തെ ആക്സിഡൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് അവിടെ എങ്ങനെ അവിടുത്തെ ആക്സിഡൻറ്റ്സ് കുറയ്ക്കാം, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ കൊടുക്കണം, ഇതിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഓവറോൾ സ്റ്റഡീനെയാണ് ആക്സിഡൻറ്റ് സ്റ്റഡീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാഫിക് പ്ലാനിങ് ആൻഡ് അനാലിസിസ്. Traffic planning plays a very important role in traffic engineering. The improper planning of roadway network and facilities is yet another reason for accident and congestion. അപ്പോൾ ഇംപ്രോപ്പർ ആയിട്ട് നമ്മളൊരു റോഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് അനദർ കോസ് ഓഫ് ആക്സിഡൻറ്റ് കാരണമായിരിക്കും. വീണ്ടും ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ട് നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ലൊക്കേഷൻ റിന്യൂ ചെയ്തു, വീണ്ടും അത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇംപ്രോപ്പർ ആയിട്ടാണ് ചെയ്തെങ്കിൽ വീണ്ടും അവിടെ ആക്സിഡൻറ്റ് കൂടും. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഹെൻസ് പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഈസ് നെസസറി. ദ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് പ്രോസസ് ഈസ് ഡെവലപ്ഡ് ഇൻ സീരീസ് ഓഫ് സ്റ്റേജസ്. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രീസ്. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ലാൻഡ് യൂസ്, എക്കണോമിക് ആക്ടിവിറ്റി, പോപ്പുലേഷൻ, ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ത്രൂ എ സീരീസ് ഓഫ് സർവേ. അപ്പോൾ ഒരു സ്ഥലം നമ്മൾ ചെന്നു, അവിടെയുള്ള ലാൻഡിനെ കുറിച്ച് പഠിച്ചു, ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചു, എക്കണോമിക് ആക്ടിവിറ്റി അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഒരു സീരീസ് ഓഫ് സർവേസിൽ കൂടെ നമ്മൾ അതിനെക്കുറിച്ച് മൊത്തം പഠിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
രണ്ടാമത്തേത് ട്രിപ്പ് ജനറേഷൻ. ട്രിപ്പ് ജനറേഷൻ കൺസേൺസ് വിത്ത് ദ എസ്റ്റിമേഷൻ ഓഫ് നമ്പർ ഓഫ് ട്രിപ്സ് പ്രൊഡ്യൂസ് എ ഗിവൺ സോൺ. അപ്പോൾ ഒരു ഗിവൺ സോണിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വെഹിക്കിൾസിനെ കുറിച്ച് ഉണ്ടാവുന്ന എസ്റ്റിമേഷൻ ഓഫ് നമ്പർ ഓഫ് ട്രിപ്സ്, ഒരു സോണിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രിപ്സിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ട്രിപ്പ് ജനറേഷൻ എന്ന് പറയുന്നത്. ട്രിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വൺ വേ മൂവ്മെൻറ്റ് ഹാവിങ് സിംഗിൾ പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാവൽ ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ഒരു പോയിന്റ് ഓഫ് ഒറിജിനും ഡെസ്റ്റിനേഷനും തമ്മിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം സിംഗിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാവൽ ഫ്രം വൺ ഒറിജിൻ ടു ഡെസ്റ്റിനേഷനാണ് ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ട്രിപ്സ് ഇൻ എ സോണാണ് ട്രിപ്പ് ജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെത്തേഡ് ഓഫ് ട്രിപ്പ് ജനറേഷൻ ഒന്നെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, മറ്റേത് കാറ്റഗറി അനാലിസിസ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് വഴിയാണ് നമ്മൾ ട്രിപ്പ് ജനറേഷൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു സോണിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ട്രിപ്സ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ട്രിപ്പ് ജനറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൻവെൻറ്ററീസ് പറഞ്ഞു, ട്രിപ്പ് ജനറേഷൻ പറഞ്ഞു. ഇനി അടുത്തത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻ ദ സ്റ്റേജ് ട്രിപ്സ് ജനറേറ്റഡ് ആൻഡ് അട്രാക്റ്റഡ് ഫ്രം ഈച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു എനി അതർ സോൺ. The important method used for this procedure is gravity model. അപ്പോൾ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അട്രാക്റ്റ് ചെയ്യാണ്. അപ്പോൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവിടെ എന്തായിരിക്കും കാരണം? വല്ല മാർക്കറ്റ് ഉണ്ടാവാം, അപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകും. അല്ലെങ്കിൽ വല്ല ഓഫീസുകൾ ഉണ്ടാവാം, സർക്കാർ ഓഫീസുകൾ, സ്കൂള്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട്, അട്രാക്ഷൻ കൊണ്ടാണ് അങ്ങോട്ടേക്ക് ട്രാവലിംഗ് വരുന്നത്. അപ്പോൾ ആ സൈഡിലേക്ക് അവിടെ ആളുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായി ഒരു പർട്ടിക്കുലർ ഏരിയയിൽ. അപ്പോൾ അതിനെയാണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു മേജർ മെത്തേഡാണ് ഗ്രാവിറ്റി മോഡൽ മെത്തേഡ്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് ഉപയോഗിക്കുന്ന ഒരു മേജർ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാവിറ്റി മോഡൽ മെത്തേഡ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? മോഡൽ സ്പ്ലിറ്റ്. The proportion of total trips between any two zones that can be shared between the public and private transportation system is determined in this stage. അപ്പോൾ മോഡൽ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് സോണിൽ ഉണ്ടാവുന്ന മൊത്തം ട്രിപ്സ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ പ്രൊപ്പോർഷൻസ്, ആ പ്രൊപ്പോർഷനെയാണ് ഒരു പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഷെയറിങ് എങ്ങനെയാണ് വരുന്നത് ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നതിനാണ് മോഡൽ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാഫിക് അസൈൻമെൻറ്റ്. ഇറ്റ് ഈസ് ഡൺ ബൈ എ മെത്തേഡ് നോൺ ആസ് ഓൾ ഓർ നത്തിങ്. ഒരു ട്രാഫിക് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരു മെത്തേഡ് വഴിയാണ്. ഓൾ ഓർ നത്തിങ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രാഫിക് അസൈൻമെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് പ്ലാൻ പ്രിപ്പറേഷൻ ആൻഡ് ഇവാലുവേഷൻ. പ്ലാൻ പ്രിപ്പറേഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ദ സ്റ്റെപ്സ് ടേക്കൺ എബോവ് വിൽ എനേബിൾ ദ വാരിയസ് ലാൻഡ് യൂസസ് സ്ട്രാറ്റജീസ് ആൻഡ് ട്രാവൽ ഡിമാൻഡ് ടു എക്സ്പ്ലോർ. അപ്പോൾ പ്ലാൻ പ്രിപ്പറേഷൻ ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തു അല്ലേ, വാരിയസ് ലാൻഡ് യൂസ് സ്ട്രാറ്റജീസും ഒക്കെ അനലൈസ് ചെയ്തു, എങ്ങനെ ട്രാവൽ ഡിമാൻഡ് എക്സ്പ്ലോർ ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഓവറോൾ സ്റ്റഡി നടത്തി ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് എന്ത് കാരണം കൊണ്ടാണ് ട്രാഫിക് ഉണ്ടായതെന്നുള്ള ഡാറ്റാസ് എടുത്തു. അവിടെയുള്ള അട്രാക്ഷൻ എന്താണ്, സ്കൂളാണോ കോളേജാണോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ഓഫീസാണോ ഇനി കോടതിയാണോ, അങ്ങനെ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഒരു ട്രാഫിക് അസൈൻമെൻറ്റ് ചെയ്തു. അവസാനം നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തു, അതിന് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തു. അപ്പം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ട്രാഫിക് ഡാറ്റ ചെയ്തു. ട്രാഫിക് ഡാറ്റ പ്രോപ്പർ പ്ലാനിങ് വഴി പ്ലാനിങ് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് പ്രോപ്പർ പ്ലാൻ വഴി നമ്മൾ അവിടെ ഒരു പുതിയ റോഡ് വേ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു ജോമെട്രി ഡിസൈൻ റോഡ് വേയുടെ ജോമെട്രി ഡിസൈൻ ചെയ്തു പ്രോപ്പറായിട്ട് റോഡ് അവിടെ കൊടുത്തു. അല്ലെങ്കിൽ ഒരു ഓവർ ബ്രിഡ്ജ് കൊടുത്തു, അതല്ലെങ്കിൽ ഒരു ഫ്ലൈ ഓവർ ബ്രിഡ്ജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി അവിടുത്തെ കൺജസ്റ്റഡ് ഏരിയ ഒക്കെ ആയിരുന്നെങ്കിൽ അത് നമ്മൾ കുറച്ചു. ഇപ്പം നമ്മുടെ ലുലു മോൾ അവിടെയൊക്കെ നമ്മൾ മെട്രോ കൊടുത്തിട്ടാണ് അവിടുത്തെ ട്രാഫിക്കൊക്കെ ഒഴിവാക്കിയത്. അതുപോലെ നമുക്ക് എന്താണ് നമുക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, ഏത് മെത്തേഡ് വെച്ചിട്ട് അവിടെ അവിടുത്തെ ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ സാധിക്കും, അതൊക്കെ അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതാണ് ട്രാഫിക് പ്ലാനിങ് ആൻഡ് അനാലിസിസ് എന്നുദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, ട്രാഫിക് സ്റ്റഡീസ് പഠിച്ചു, ട്രാഫിക് പ്ലാനിങ് ആൻഡ് അനാലിസിസ് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.